ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു 5-8 വർഷങ്ങളിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ ലാലേട്ടനാണല്ലോ. ഇപ്പോഴത്തെ റാം ഉൾപ്പെടെയുള്ള ലാലേട്ടന്റെ 3 സിനിമകളുടെ ബഡ്ജറ്റ് റിപ്പോർട്ട്, കൂടാതെ റാമിന്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് എല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. L360 മാറ്റി നിർത്തിയാൽ ലാലേട്ടന്റെ ഇനി റിലീസിനൊരുങ്ങുന്ന 3 മലയാളം സിനിമകൾക്കും വമ്പൻ ബഡ്ജറ്റ്, കൊടൂര ബഡ്ജറ്റ് എന്നാണ് ആദ്യമേ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ലാലേട്ടൻ നായകനെത്തുന്ന എമ്പുരാൻ. വൻ താരനിരയോടെ വരാനിരിക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം മലയാള മനോരമ ദിനപത്രം റിവീൽ ചെയ്തിരിക്കുകയാണ്. 150 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് നിലവിൽ അതിനേക്കാൾ മുകളിലേക്ക് ചെലവാകും എന്നാണ് മലയാള മനോരമ ദിനപത്രം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമയായിട്ട് എമ്പുരാൻ എന്ന സിനിമ മാറുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുകയാണ്. വലിയ ക്യാൻവാസിൽ ചിത്രീകരണം നടക്കുന്ന സിനിമ നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിനോടൊപ്പം തന്നെ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ്. കാത്തിരിക്കാം എമ്പുരാൻ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. മരിക്കാർ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ശേഷം ഒട്ടനേകം OTT സിനിമകളിലേക്ക്, ലോ ബഡ്ജറ്റ് സിനിമകളിലേക്ക് പോയ ആശീർവാദ് സിനിമാസിന്റെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ബറോസ്. ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ ഈ വർഷം ഓണനാളുകളിൽ സെപ്റ്റംബർ 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് വമ്പൻ റിലീസോടെ എത്തുകയാണ്. ബറോസും മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്തെല്ലാം തന്നെ വിദേശ രാജ്യത്തടക്കം ചിത്രീകരണം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സിനിമയുടെ കൂടുതൽ ചിത്രീകരണം നടന്നിരിക്കുന്നത് കൊച്ചിയിലും ഗോവയിലും എല്ലാം തന്നെയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 100 കോടിയോളം രൂപ ബറോസ് എന്ന സിനിമയ്ക്ക് ആകെ ബഡ്ജറ്റ് ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. യഥാർത്ഥ ബഡ്ജറ്റ് റിപ്പോർട്ട് റിലീസ് സമയത്ത് മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. എമ്പുരാൻ പോലെ തന്നെ ലാലേട്ടന്റെ ബഡ്ജറ്റ് റിവീലാക്കപ്പെട്ട മറ്റൊരു മലയാളം സിനിമയാണ് റാം. L2 എമ്പുരാൻ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിലടക്കം ഒട്ടനേകം ഷെഡ്യൂളും ചിത്രീകരണം എല്ലാം തന്നെയുള്ള റാം എന്ന സിനിമയുടെ ചിത്രീകരണം വീണ്ടും പുനരാരംഭിക്കാനായിട്ടിരിക്കുകയാണ്. ഇന്ന് ലെവൽ ക്രോസ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് ജിത്തു ജോസഫാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് ഇഷ്യൂസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ പല തടസ്സങ്ങൾ കടന്ന് സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിക്കാനായിട്ടൊരുങ്ങുകയാണ്. ഇത്തവണയെങ്കിലും റാം ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. നേരത്തെ നീര് എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ ചിത്തു അറിയിച്ചിരിക്കുന്നത് റാം എന്ന സിനിമയ്ക്ക് ആകെ 140 കോടി ബഡ്ജറ്റ് ഉണ്ട് എന്നാണ്. 2 ഭാഗങ്ങളിലായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് റാം എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ആദ്യ ഭാഗം ഈ വർഷം അവസാനത്തോടെ റിലീസ് ചെയ്യുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ലാലേട്ടന്റെ 3 ബിഗ് ബഡ്ജറ്റ് സിനിമകൾ അടുത്ത 1 വർഷത്തിനിടയിൽ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടൊരുങ്ങുകയാണ്. കാത്തിരിക്കാം കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾ കേട്ട്.